പാട്ടും ഡാൻസും പാചകവും ചില നുറുങ്ങു വിദ്യകളുമായി എത്തിയ A to Zന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മലയാള മാസം കന്നി 5, ശ്രീനാരായണ ഗുരു സമാധി ദിനം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദർശവും ജീവിത ലക്ഷ്യവും. കേരളത്തിൽ നിലനിന്നിരുന്ന സവർണ മേൽക്കോയ്മ, തൊട്ടുകൂടായ്മ തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടിയ അദ്ദേഹം കേരളീയ സമൂഹത്തെ ആകെ നവോത്ഥാനത്തിലേക്ക് നയിച്ചു. ശ്രീനാരായണ ഗുരുവിനെ ഒരു മതപരിഷ്കർത്താവ്, സമുദായോദ്ധാരകൻ എന്നീ നിലകളിലാണ് കൂടുതൽ പേരും അറിയുന്നത്. ഒരു കവി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൻ്റെ നല്ലൊരു ഭാഗവും കാവ്യരൂപത്തിലുള്ളവയാണ്. സംസ്കൃതത്തിലും മലയാളത്തിലുമായി അനേകം കൃതികൾ രചിച്ചിട്ടുണ്ട്. സത്യാന്വേഷണത്തോടുള്ള തൃഷ്ണയിൽ ലോകമാകെ ചുറ്റിത്തിരിയുന്നതിനിടയ്ക്കാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് എത്തിച്ചേരുന്നത്. അതൊരു വനപ്രദേശമായിരുന്നു. എന്നാൽ അവിടെ ഗുരുദേവൻ്റെ സാന്നിധ്യം അറിഞ്ഞ് ധാരാളം ആളുകൾ അങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങി. അവിടെ ഒരു ക്ഷേത്രത്തിനുള്ള ആവശ്യം ഗുരുദേവനും ശിഷ്യന്മാർക്കും വൈകാതെ ബോധ്യമായി. 1888 മാർച്ച് മാസത്തിൽ ശിവരാത്രി നാളിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ഒരു ശിവപ്രതിഷ്ഠ നടത്തി. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനമില്ലാതിരുന്ന അക്കാലത്ത് അവർക്ക് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്തത്. സവർണ മേധാവിത്വത്തിനോടുള്ള ഒരു തുറന്ന വെല്ലുവിളിയായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയത്. 1904 അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടന്നു. ദേശാടനം ഉപേക്ഷിച്ച് ശിവഗിരിയിൽ അദ്ദേഹം ആശ്രമം സ്ഥാപിച്ചു. പിന്നീട് വർക്കലയിൽ ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചു. തൃശ്ശൂർ, കണ്ണൂർ, അഞ്ചുതെങ്ങ്, തലശ്ശേരി, കോഴിക്കോട്, മംഗലാപുരം എന്നിവിടങ്ങളിൽ അമ്പലങ്ങളും നിർമ്മിച്ചു. 1912 ശിവഗിരിയിൽ ഒരു ശാരദാദേവി ക്ഷേത്രവും നിർമ്മിച്ചു. 1913 ആലുവയിൽ നാരായണ ഗുരു ഒരു ആശ്രമം സ്ഥാപിച്ചു. അദ്വൈതാശ്രമം എന്നായിരുന്നു അതിൻ്റെ പേര്. ഓം സാഹോദര്യം സർവത്ര എന്ന തത്വത്തിൽ അധിഷ്ഠിതമായിരുന്നു അദ്വൈതാശ്രമം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന സംരംഭമാണ് ഈ ആശ്രമം. ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണെന്ന് മനുഷ്യരെ ബോധവാന്മാരാക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. 1918 മുതൽ 1923 വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹം ശ്രീലങ്ക സന്ദർശിച്ചു. വിവിധ മതവിശ്വാസങ്ങളെപ്പറ്റി പഠിക്കാൻ ഒരു ബ്രഹ്മവിദ്യാലയം വേണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശ്രീനാരായണ ഗുരുവിന് അനേകം അനുയായികളും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. അവരിൽ ശ്രദ്ധേയനായ ആളാണ് നടരാജഗുരു. ഇദ്ദേഹമാണ് 1923 നാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടെ നീലഗിരിയിലെ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത്. ഇനിയും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ ഒത്തിരിയുണ്ട്. എന്തായാലും അത് മറ്റൊരു അധ്യായത്തിലാകട്ടെ. ചെക്കേലടിക്കും മുമ്പേ തെയ്യം താരോ, ചെമ്പട്ട് വീശും മുമ്പേ തെയ്യം താരോ. യൂത്തിൻ്റെ ഇടയിൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരു നാടോടി ഗാനമാണ് ഇത്. ഇപ്പോൾ ഈ ഗാനത്തിൻ്റെ ട്രാക്ക് ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് ഡെസിബൽ ഈവൻ പ്രൊഡക്ഷൻസും ഈസൺ എൻ്റർടൈൻമെൻറ്റ്സും ചേർന്ന്. റിബിൻ റിച്ചാർഡ് തൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഗാനം പുറത്തിറക്കിയിരിക്കുന്നത്. ഗാനം വൈറലായി മാറിയിരിക്കുകയാണ്. രമൺ സിംഗിൻ്റെ ഓടക്കുഴൽ നാദവും ആനിമേഷൻ വീഡിയോയ്ക്കൊപ്പം വന്നപ്പോൾ എന്ന സൂപ്പർ ഹിറ്റ് സോങ്ങിന് ഇത്രയും എഫേർട്ട് എടുത്ത ഒരു വീഡിയോ തയ്യാറാക്കിയ പ്രൊഡക്ഷൻ ടീമിന് അഭിനന്ദനം. മണ്ണത്തപ്പം ചുട്ടുകളിച്ച ഒരു കുട്ടിക്കാലം നമുക്കുമുണ്ടായിരുന്നു. എന്തെല്ലാം ഓർമ്മകളാണല്ലേ! കൊതിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, കുളിര് കോരുന്ന ഓർമ്മകൾ. അത്തരം ഓർമ്മ ചെലുത്തുന്ന ഒരു വീഡിയോ ആണ് അടുത്തത്. ചെറുപ്പത്തിലെ നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞത്
ചെറുപ്പത്തില് നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്ന് പോയോ? ചെറുപ്പത്തില് നമ്മൾ രണ്ടും. മൈലാഞ്ചി അരച്ചെന്റെ വിരൽ പത്തും ചുവപ്പിച്ച് മണവാളൻ വരുമെന്ന് പറഞ്ഞോളല്ലേ? ചെറുപ്പത്തില് നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ? ചെറുപ്പത്തില് നമ്മൾ രണ്ടും മണ്ണ് വാരി കളിച്ചപ്പോൾ അന്ന് തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ? ചെറുപ്പത്തില് നമ്മൾ രണ്ടും. ONV കുറുപ്പിന്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി മാധുരിയമ്മ പാടി അനശ്വരമാക്കിയ ഗാനം. ഗാനത്തിന് കവർ സോങ് ഒരുക്കിയിരിക്കുന്നു കണ്ണൂർ സ്വദേശി ഭാസ്കരൻ പടിഞ്ഞാറ്റിൽ. അദ്ദേഹത്തിന്റെ ഭാര്യ സുപ്രിയ ഭാസ്കരനാണ് ഗാനം പാടി അഭിനയിച്ചിരിക്കുന്നത്. വീഡിയോഗ്രാഫിയും എഡിറ്റിംഗും മകൻ അനിരുദ്ധ് ഭാസ്കർ നിർവ്വഹിച്ച് പരിചയപ്പെടുത്തുന്നത്. നല്ല സിംഗർ മാത്രമല്ല, മികച്ച അഭിനേത്രി കൂടിയാണ് വന്ദന. വന്ദനയുടെ കുറച്ച് ടിക്ടോക്ക് വീഡിയോസും മ്യൂസിക്കൽ സോങ്സും കാണാം. ാക്കിയാലോ? അവിടെ ഇറ്റലി അടുത്താണ്. റോമിൽ ഒന്ന് പോവാം. യൂറോ റെയിൽ ടിക്കറ്റ് എടുത്താൽ യൂറോപ്പ് മുഴുവനും കറങ്ങാം. നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്ത് ഓട് പൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ അടുത്തായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്? ആരാണിവൾ? സത്യം പറ, ആരാ ഈ മൂഷേട്ടാ? ഇവള് പണ്ട് എന്റെ ഫ്രണ്ടായിരുന്നു. ഫ്രണ്ടാണോ ഇവളോ? എന്നിട്ടാണോ ഇങ്ങനെ ചേർന്ന് നിന്ന് കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്തിരിക്കുന്നത്? ചേർന്ന് നിന്നിട്ടല്ലേ ഉള്ളൂ, കെട്ടിപ്പിടിച്ചു നീ കള്ളം പറയുന്നു വേണ്ട. കണ്ണിന് നേരെ കണ്ടത് കള്ളമാണോ?
മാഗസിൻ തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. ഓ, ഞാൻ സാധാരണ ഇങ്ങനെയാണ് വായിക്കാറുള്ളത്. അത് ശരി. നമ്മൾ തമ്മില് ഇങ്ങനെയൊക്കെ ആയി തീരുമെന്ന് വിചാരിച്ചിരുന്നോ? ഇത്രത്തോളം വിചാരിച്ചിരുന്നില്ല. അതാ എന്റെ അച്ഛൻ. തൊട്ടാൽ പൂക്കും പൂവോ നീ എന്നോ മനരാജാത്തി പ്രതാപ്പൂവോ തേൻ തളിരോ നിൻ മേനിലഴകേ കള്ളക്കുറുമ്പി ചെല്ലക്കുറുമ്പി. വന്ദനയുടെ പെർഫോമൻസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു പെൺപുലി തന്നെയല്ലേ. അപ്പോൾ ഈ കലാകാരിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഇനി നമുക്ക് തിരുവനന്തപുരം സ്വദേശിനി അരുണിമയുടെ ഡാൻസ് കാണാം. ഒരു ക്ലാസിക്കൽ ഡാൻസറാണ് അരുണിമ. കരുതലായൻ സ്നേഹം നിന്നെ പൊതിയും പുതിയൊരു കാലം കവിത പോലെ മുഖാവരണത്താൽ പുഞ്ചിരി മൂടും കാലം നീയില്ലാതെ അപൂർണം ഞാനെന്നറിയുമൊരസുലഭകാലം ഇതൊരതിജീവന ഋതുഭേദം നാം അലിയണമതിലിനി സദയം കരുതലായൻ സ്നേഹം നിന്നെ പൊതിയും പുതിയൊരു കാലം. ശ്വാസക്കാറ്റു തൊടാത കലത്തിൽ മിഴികൾ പുണരും കാലം ലോക സുരക്ഷയിൽ എന്റെ സുഖങ്ങളതോർമ്മിപ്പിച്ചൊരു കാലം നാടിൻ രക്ഷകരവരെ നമിക്കാൻ ശിരസു കുനിഞ്ഞൊരു കാലം ഇതൊരതിജീവന ഋതുഭേദം നാം അലിയണമതിലിനി സദയം നാം അലിയണമതിലിനി സദയം. തുപ്പരുതിനി പൊതുവഴികളിലെന്നതു മനസ്സിലുറച്ചൊരു കാലം തോൽക്കരുതെന്നൊരു തൂലികയാലൊഴിച്ചുവരിൽ തുന്നിയ കാലം രോഗം വന്നവനെ പേടിക്കാതൊപ്പം കൂട്ടിയ കാലം ഇതൊരതിജീവന ഋതുഭേദം നാം അലിയണമതിലിനി സദയം നാം അലിയണമതിലിനി സദയം കരുതലായൻ സ്നേഹം നിന്നെ പൊതിയും പുതിയൊരു കാലം കവിത പോലെ മുഖാവരണത്താൽ പുഞ്ചിരി മൂടും കാലം നീയില്ലാതെ അപൂർണം ഞാനെന്നറിയുമൊരസുലഭകാലം ഇതൊരതിജീവന ഋതുഭേദം നാം അലിയണമതിലിനി സദയം നാം അലിയണമതിലിനി സദയം നാം അലിയണമതിലിനി സദയം. അപ്പോൾ അരുണിമയുടെ ഡാൻസ് കണ്ടല്ലോ, എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകരുടെ കഴിവ് തെളിയിക്കാൻ ഇതാ ഒരവസരം. നിങ്ങൾ ചെയ്ത പാട്ട്, ഡാൻസ്, പാചകം എന്നിവ ഞങ്ങൾക്ക് അയച്ചു തരിക. സംരക്ഷണ യോഗ്യമായിട്ടുള്ളവ A-Z ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ മെയിൽ ID A2ZJHC@gmail.com.
പാട്ടും ഡാൻസും അടിച്ചുപൊളിയുമായി എത്തിയ A to Zന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡുമായി കണ്ടുമുട്ടുന്നത് വരെ ഇറ്റ്സ് മീ ആര്യ സൈനിങ് ഓഫ്.